നമസ്കാരം. ബി.ജെ.പി നേതാവ് വി രാജേഷിനെതിരെ തിരുവനന്തപുരത്ത് വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നിൽ ബി.ജെ.പി പ്രവർത്തകർ തന്നെ. നാഗേഷ്, മോഹൻ, അഭിജിത്ത് എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. നേരത്തെ പോസ്റ്റർ പതിച്ചവർക്കെതിരെ വി രാജേഷ് പോലീസിൽ പരാതി നൽകിയിരുന്നു. പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാവിന്റെ അനുയായികളാണ് പിടിയിലായവർ. CCTV അടക്കം പരിശോധിച്ച ശേഷമാണ് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുരളീധര പക്ഷത്തിന്റെ എതിർപക്ഷത്തുള്ള 3 പേരാണ് അറസ്റ്റിലായത്. വലിയശാല മുൻ കൗൺസിലറുടെ മകനാണ് പിടിയിലായവരിൽ ഒരാൾ. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് പിന്നാലെയായിരുന്നു വി രാജേഷിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലും വി രാജേഷിന്റെ വീടിന് മുന്നിലുമായിട്ടായിരുന്നു അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു പോസ്റ്ററുകൾ. ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ബി.ജെ.പിയും പോലീസിന് കൈമാറിയിരുന്നു. സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു CCTV ദൃശ്യങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയത്. പാർട്ടിയിൽ ഇത്തരം പ്രവണത അനുവദിക്കില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ജില്ലാ നേതൃത്വത്തിന് താക്കീത് നൽകിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ തോൽവിക്ക് കാരണക്കാരൻ വി രാജേഷ് ആണെന്നായിരുന്നു പോസ്റ്ററിലെ ആരോപണം. ബി.ജെ.പി പ്രതികരണ വേദി എന്ന പേരിലായിരുന്നു പോസ്റ്ററുകൾ പതിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വി രാജേഷിനെതിരെ പാർട്ടി നടപടിയെടുക്കണമെന്ന ആവശ്യമായിരുന്നു പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നത്. അതേസമയം പോസ്റ്ററുകളെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നായിരുന്നു വി രാജേഷ് അന്ന് അറിയിച്ചത്. കുറ്റക്കാർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും ബി.ജെ.പി മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ വി രാജേഷ് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. വി രാജേഷ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നും ED റബ്ബർ സ്റ്റാമ്പ് അല്ലെങ്കിൽ ഇവ കണ്ടുകെട്ടണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് പണം കൈപ്പറ്റി ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ രാജേഷാണ്. രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. വി രാജേഷിന്റെ 15 വർഷത്തിനുള്ളിലെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. പറഞ്ഞതിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്ന് പോലീസ് നൽകിയ പരാതിയിൽ രാജേഷ് വ്യക്തമാക്കിയിരുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും വന്നിരുന്ന പോസ്റ്ററുകൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ പ്രതിച്ഛായയ്ക്കും പ്രശസ്തിക്കും കളങ്കമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. കുറ്റക്കാർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് വി രാജേഷ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു.